എന്നേക്കുമായി ഉമ്മയുടെ കണ്ണുനീരിന് അറുതിയായി അവസാനമായി. പറയൂ അജി കുഞ്ഞുമോൻ. തീർച്ചയായിട്ടും SKN, ആ അമ്മയുടെ കണ്ണുനീര് അത്രത്തോളം നമ്മൾ കണ്ടതാണ്, ആ അമ്മയുടെ വേദന നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇനിയും അമ്മ ക്യാമറ കണ്ണുകളുടെ മുന്നിലേക്ക് വരുന്നത് അത് അമ്മയും മകനും ഒരുമിച്ചുള്ള ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ ഇനി ക്യാമറയ്ക്ക് മുന്നിൽ വരികയുള്ളൂ എന്ന് റഹീമിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുകയും ചെയ്തിരുന്നു. നമുക്ക് ഇവിടെ കാണാം, ഒരുപാട് നാട്ടുകാരടക്കം ഈ പ്രദേശത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്, റഹീമിൻ്റെ വീടിന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുമുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം, 20 വർഷങ്ങൾക്ക് ഇപ്പം റഹീം നാട്ടിലേക്ക് വരികയാണ്, അപ്പോൾ നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണ്? വളരെയധികം സന്തോഷത്തിലാണ് നമ്മൾ നാട്ടുകാരെല്ലാവരും ഇവിടെ ഉള്ളത്. ഈ വലിയൊരുനാൾ നമുക്ക് കൂടുതൽ ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 20 വർഷമായിട്ട് റഹീം അവിടെ സൗദിയിൽ ജയിലിലായിരുന്നു. അപ്പോൾ നമ്മളെ കേരളത്തിൽ നാട്ടിലെ എല്ലാവരെയും പ്രവാസ ലോകത്തുള്ള എല്ലാവരുടെയും സഹായം കൊണ്ട് 34 കോടി എന്ന മഹാ ദൗത്യം നിറവേറ്റി. അതിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ, അതായത് ഞാനൊക്കെ SLC പഠിക്കുന്ന സമയത്താണ് റഹീം ഇവിടുന്ന് ഗൾഫിലേക്ക് പോയത്. ഏകദേശം 20 വർഷം തന്നെ പറയാം. ആ 20 വർഷത്തിന് ശേഷം റഹീം നാട്ടിലേക്ക് ഇന്ന് വരികയാണ്. ഒരുപാട് മാറ്റങ്ങൾ നാടിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റഹീം വന്നു കഴിഞ്ഞാൽ ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മളൊന്നും മനസ്സിലായില്ല എന്ന് വരും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഈ ഒരു വലിയൊരുനാൾ ഇങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചതിന് പടച്ച റബ്ബിനോട് സ്തുതിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും തന്നെ വലിയ സന്തോഷത്തിലാണ്. സ്വീകരിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഈ വീട്ടിലേക്ക് എത്തുന്നുമുണ്ട് എന്നും നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വീട്ടിലേക്കാണ് 20 വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്നാണ് റഹീം സൗദിയിലേക്ക് പോയത്, ജോലി തേടി പോയത്. ഈ വീട്ടിലേക്കാണ് റഹീം മടങ്ങിയെത്തുന്നത്. നാട്ടുകാരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളെല്ലാം വലിയ സന്തോഷത്തിലല്ലേ? തീർച്ചയായിട്ടും നല്ല സന്തോഷത്തിലാണ് വിവരങ്ങളുമായി ചേർന്നത്. കാണാൻ വേണ്ടി വന്നിക്കണേ. ഫറൂഖിലെ വീട്ടിൽ ഇപ്പോൾ വളരെ ആഹ്ലാദഭരിതമായ അന്തരീക്ഷമാണ് ഉള്ളത്. നിങ്ങൾക്കറിയുന്ന പോലെ അബ്ദുൾ റഹീമിനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടാനായി തിരൂരങ്ങാടി MLA PM A സമീർ എത്തിയിട്ടുണ്ട്. PM സമീർ MLA കാറിലാണ് ഇപ്പോൾ റഹീം ഉമ്മയെ കാണാനായി ഒരുപക്ഷെ 20 കൊല്ലത്തിന് ശേഷം കഴുമരത്തിൽ നിന്നിറങ്ങി വന്ന ഒരു റഹീമാണ് ഉമ്മയെ തേടി അവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നിശ്ചിതമായ നിയമങ്ങളുള്ള സൗദി അറേബ്യയിലെ നിയമവ്യവഹാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ദിയാധനം നൽകി അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ ആയിരക്കണക്കിന് മലയാളികളുടെ ആഹ്ലാദമായ നിമിഷങ്ങൾ ആ ഉമ്മയ്ക്കൊപ്പം ഒരുപക്ഷെ പേറ്റുനോവെന്നറിയാവുന്ന ഒരുപാട് ഉമ്മമാർ ഇതോടൊപ്പം സന്തോഷിക്കുന്നുണ്ടാവും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് കണ്ണീർ വാർക്കുന്നുണ്ടാവും. ഈ മകൻ്റെ മോചനം ഒരു വിദൂര സ്വപ്നമാണെന്ന് കരുതി ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്രയധികം സഹായധനം സംഭരിച്ച് ഒരാളെ കഴുമരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ചിന്തയായിരുന്നു. അജി കുഞ്ഞുമോൻ ഫറൂഖിലെ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും ചേരുന്നു. പറയൂ അജി കുഞ്ഞുമോൻ. തീർച്ചയായിട്ടും SKN, നമ്മൾ ഉമ്മയെ കാണാൻ വേണ്ടി അകത്തോട്ട് പോയിരുന്നു. അപ്പോൾ പിന്നീട് കാണാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രാദേശിക സഹായ സമിതി, റഹീം പ്രാദേശിക സഹായ സമിതിയുടെ ചെയർമാനാണ് ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത്. ഇപ്പോൾ കൺവീനറാണ് എനിക്കൊപ്പം ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു റഹീം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഓൺ ദ വേ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം നമുക്ക് വന്നതിന് ശേഷം വളരെ സന്തോഷമാണ്. നമ്മൾ കോടമ്പുഴ മേഖല ലോകം ഒന്നായിട്ട് വളരെ സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ വന്ന എല്ലാ സഹായിച്ചവർക്കും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഹൃദയം തൊട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും വന്നാൽ വളരെ സന്തോഷമാണ്. കോടമ്പുഴ മൊത്തം ഇന്ന് വലിയ പെരുന്നാളാണ്, നമുക്ക് ഏറ്റവും വലിയ പെരുന്നാളായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം വളരെ മൊത്തത്തിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണുള്ളത്. 20 വർഷങ്ങൾക്ക് ഇപ്പുറം അമ്മയെ കാണുകയാണ്. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു റഹീമിനെ കാണുക എന്നുള്ളത്. ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരുമിച്ച് നിന്നു. ദ റിയൽ കേരള സ്റ്റോറി തന്നെയല്ലേ? ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉമ്മനാണല്ലോ, ഉമ്മൻ്റെ വേദനയാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ ഇത്രയും 20 കൊല്ലമായിട്ട് ഉമ്മ വേദന സഹിച്ചും കൊണ്ട് തന്നെ ഓരോ ദിനത്തിലും പെരുന്നാൾ ആഘോഷിക്കാറെ തന്നെ ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ പെരുന്നാൾ ദിനത്തിൽ തന്നെ ഉമ്മനെ വന്ന് കാണുക പറഞ്ഞാൽ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നാട്ടുകാർക്കും എല്ലാവർക്കും കമ്മിറ്റിക്കാർക്കും മൊത്തം വളരെ സന്തോഷം. നമ്മളെടുത്ത പണിൻ്റെ നമ്മൾ ജനങ്ങളടുത്തേക്ക് 34 കോടിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ 40-47 കോടിയോളം ചെന്ന് നാനാ ലോകത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ രാജ്യത്തിൽപ്പെട്ട ആൾക്കാരും നമുക്ക് ഫണ്ട് തന്ന് സഹായിച്ച് ഒരു എല്ലാവരും ഇതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഭാഗമാക്കും. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണിന്ന്. അതുകൊണ്ട് ഇന്ന് എത്രയും ഒരു ചില്ലറ മിനിറ്റ് കൊണ്ട് ഇവിടെ റഹീം വീട്ടിലെത്തിച്ചേരും.
ആ ഒരു സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ ഇതിലാണ്, എല്ലാ കമ്മിറ്റിയും നാട്ടുകാരും മൊത്തം. ഇപ്പം തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എടുത്ത പ്രയത്നം അത്രത്തോളം വലുതാണ്. ഒപ്പം തന്നെ റഹീമിൻ്റെ മുന്നോട്ടുള്ള ജീവിതം, അതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം കമ്മിറ്റി എന്ന നിലയിൽ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. അത് ഞങ്ങൾ 3 കമ്മിറ്റി ഉണ്ട്. ഒന്ന് റിയാദ് കമ്മിറ്റി, ട്രസ്റ്റ് കമ്മിറ്റി, പ്രാദേശിക കമ്മിറ്റി. ഈ കമ്മിറ്റി മൊത്തം ഇരുന്നിട്ട് മറ്റുള്ള ഫണ്ട് ബാലൻസ് ഉള്ളുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാ 3 കമ്മിറ്റിയും കൂടി ഇന്ന് ഇരുന്ന് തീരുമാനിച്ചിട്ട് ഉചിതമായ തീരുമാനം എന്താ വെച്ചാൽ അത് ഉൾക്കൊള്ളും. തീർച്ചയായിട്ടും റഹീമിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ 3 കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് അവർ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം അവർ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ആ ഒരു ആഹ്ലാദവും ആവേശവും ഒക്കെ തന്നെയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നേരത്തെ രാവിലെ വന്നപ്പോൾ ഈ വീട്ടിൽ ഇത്രയും തിരക്കില്ലായിരുന്നു SKN. ഇപ്പോൾ ഈ റോഡ് പോലും തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം ഇവിടെ വരുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾക്ക് കാണാൻ. അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.